ഇന്ന് നമ്മൾ കൂടെ വന്നിരിക്കുന്നത് നമ്മളെ സുഹൃത്ത് റോഷിത്താണ്. ഞാൻ മെഴ്സിഡീസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ റോഷിത്ത് BMW-ലായിരുന്നു. ഇപ്പോൾ ഒരു BMW എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഷിത്ത് BMW വാഹനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അന്നത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോഷിത്തിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന്. റോഷിത്ത് കുറേ കാലം BMW ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം സ്വന്തമായിട്ട് 2 വർക്ക്ഷോപ്പുകളുണ്ട്. ഇപ്പോൾ XRB എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആർമിയിൽ റിട്ടയർഡ് ആയ ആൾക്കാർക്ക് XRB എന്നാണല്ലോ പറയാം. ഇപ്പം അതേപോലെ പുള്ളി BMW നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് XB എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ BMW കാറിനെ മറ്റുള്ള കാറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന കാരണം എന്തൊക്കെയാണ്? BMW എന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് കാറാണ്. അതിൻ്റെ ഷെയർ ദ ഡ്രൈവിംഗ് പ്രഷറാണ്, അത് മെയിൻ അതാണ്. പിന്നെ BMW സർവീസ് നോക്കുകയാണെങ്കിൽ അത് കണ്ടീഷൻ ബേസ്ഡ് സർവീസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ കാറുകൾക്ക് 1 ഇയർ അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റർ മെഴ്സിഡീസ്. BMW ആകുമ്പോൾ കണ്ടീഷൻ ബേസ്ഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 6 months കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു 8,000 അല്ലെങ്കിൽ 6,000 ഓടുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്യൂ കാണിച്ചു വരും. അത് 1 ഇയർ ആണെങ്കിൽ ചിലപ്പോൾ 10,000 കിട്ടും. അപ്പോൾ ആ ഒരു വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടീഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 3 months പീരീഡിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സർവീസ് ഇന്റർവ്യൂവിൽ കാണിക്കും. നമ്മൾ ഹെവി റണ്ണിങ് അനുസരിച്ചിട്ട് അതിന് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ചിലപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയുള്ളൂ, 4,000-5,000 ഓടുമ്പോൾ ചിലപ്പോൾ ഡ്യൂ കാണിച്ചെന്ന് പറയും. പക്ഷേ ആ ഒരു ടൈം ഓഫ് ഇന്റർവ്യൂവിൽ ചിലപ്പോൾ 2 months അല്ലെങ്കിൽ 3 months ഓടുകയാണെങ്കിൽ ആ രീതിയിൽ അത് മാറ്റം വരും. മറ്റേതൊക്കെ 1 ഇയർ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ കറക്റ്റാണ് മാറുന്നത്. ഇനി ഇതിലെന്താണോ ഇതായിട്ടുള്ളത്, ഇപ്പം ഗിയർ ഓയിൽ ആണെങ്കിൽ തന്നെ ലൈഫ് ടൈം ആണ് പറയുന്നത്. ഇപ്പോൾ പുതിയ മോഡലുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതായത് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്. മറ്റേ വണ്ടികൾക്ക് ബെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 ഇയർ വെച്ചിട്ടാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അതുകൊണ്ട് സർവീസ് കോസ്റ്റിലും ചെറിയ വ്യത്യാസം വരും. മറ്റേതേ വരെ 15 അല്ലെങ്കിൽ 2 ഇയർ പീരീഡിൽ ഒരു കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മാറണം. ശരിക്കും നമ്മൾ ഒരു ഫാമിലി കാറായിട്ടൊന്നും BMW അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെയായിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഒരു പവർഫുൾ ഇതായതുകൊണ്ട് ബാക്കിലിരിക്കുന്ന പാസഞ്ചർ നമ്മൾ സഡൻ കൊടുക്കുമ്പോൾ ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാനുണ്ട്. അത് ബെൻസ് ഒക്കെ ആണെങ്കിൽ അതൊരു യൂണിഫോമിലൊരു നമ്മളിപ്പോൾ സഡൻ കൊടുത്തു കഴിഞ്ഞാലും അതൊരു പാസഞ്ചേഴ്സിനൊരു ഡിസ്കംഫർട്ട് ഇല്ലാതെ, അതുകൊണ്ട് കൂടുതലും അങ്ങനെ എടുക്കും. BMW പൊതുവെ യൂത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഡ്രൈവേഴ്സ് കാർ പക്ക വേണമെങ്കിൽ പറയാം അല്ലേ? അതുകൊണ്ടാണ് ശരിക്കും ഫാമിലി കാറായിട്ട് പലരും മെഴ്സിഡീസ് യൂസ് ചെയ്യുന്നതും. ഇപ്പം സെൽഫ് ഡ്രൈവൺ കാറാണെങ്കിൽ, ഷോഫർ ഡ്രൈവൺ അല്ലാണ്ട് സെൽഫ് ഡ്രൈവൺ കാറാണെങ്കിൽ അധികം ആൾക്കാരും ചൂസ് ചെയ്യുക BMW ആണ്. ആ ഒരു BMW എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു മറുപടിയായി ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 lakhs ഉള്ളിലൊക്കെ മോസ്റ്റ് റിലയബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു BMW കാർ ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? അത് BMW N47 അല്ലാത്ത B47 ഒരു എഞ്ചിൻ ഉണ്ട്. അതിൽ 3 series ആണെങ്കിലും 5 series ആണെങ്കിലും കുറച്ചുകൂടെ ഒരു റിലയബിൾ ആണ്. N47 എഞ്ചിൻ ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നത് നമ്മൾ സഡൻ കൊടുക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊട്ടി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് കോമൺ ആണ്. അത് 5 series കൂടുതലായിട്ട് കാണുന്നത്. നമുക്ക് തന്നെ ഒരു 4-5 വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ B47 എഞ്ചിനാണ്. അതൊരു നല്ല അതർ സ്റ്റേറ്റ് വണ്ടികളാണെങ്കിലും കേരള വണ്ടികളാണെങ്കിലും ഒരു 2016 ഓൺവേർഡ്സ് ആണ് B47 എഞ്ചിൻ മാറിയിരിക്കുന്നത്. ആ ടൈപ്പ് എഞ്ചിനുള്ള വണ്ടികൾക്ക് നല്ല വണ്ടി കിട്ടാനുണ്ട്. അതെ, ഏകദേശം അത് കറക്റ്റ്. നമ്മളിപ്പോൾ ടെക്നിക്കൽ ടൈം W212 എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് ഏത് കൊല്ലം മുതൽ ഏത് കൊല്ലം വരെ ഇറങ്ങിയ ഒരു 530 ആണോ 520 ആണോ അല്ലെങ്കിൽ 3 series ഏതാണ്? അതൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. 2016-15 തൊട്ടാണ് എഞ്ചിൻ മാറ്റം വന്നിരിക്കുന്നത് BMW. 3 series-ലാണെങ്കിലും 5 series-ലാണെങ്കിലും. അപ്പോൾ ആ ടൈപ്പ് എഞ്ചിന് പറയുന്നതാണ് B47 എഞ്ചിൻ. അതിന് മുന്നേ ഉള്ളതൊക്കെ N47 ആണ്. കുറച്ചുകൂടെ നല്ലൊരു എഞ്ചിൻ B47 ആണ്. അതായത് അതിനുശേഷം 2016 ഓൺവേർഡ്സ് എല്ലാം ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ B47 ആണ് വരുന്നത്. പെട്രോൾ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഡീസലിലാണ് B47 പറയുന്നത്. അപ്പോൾ ഇത് 5 series ആണോ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ 3 series ആണോ? 3 series ആണ് കുറച്ചുകൂടെ ഒരു. അത് ഈ പറഞ്ഞ മോഡലുകളൊന്നും നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ കിട്ടൂല, അതിന്റെ മുകളിലേ കിട്ടുള്ളൂ. 20 lakhs ബഡ്ജറ്റിലൊക്കെ കിട്ടാനുണ്ട്. 2017 വണ്ടിയൊക്കെ 3 series 5 series ആണ്. 3 series ഏറ്റവും ബെസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളത് ഏതാ? 320D ആണ്. 320D ആണ്. ഡീസലാണെങ്കിലും കുഴപ്പമില്ല. ഡീസലാണെങ്കിലും ഒരു 18 ഒക്കെ കൂളായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ലോങ് പോകുമ്പോൾ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ എല്ലാം നമ്മൾ ഡ്രൈവിംഗ് പ്രൊഫൈൽ അനുസരിച്ച് എല്ലാം നമ്മളെ കയ്യിൽ പോലെ ഉണ്ടാവും ശരിക്കും. ബാക്കിയുള്ളതൊക്കെ ലക്ഷറിയിൽ സാധാരണ മൈലേജ് കുറവാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. അത് ആൾക്കാരുടെ മിത്താണ്. അയ്യോ അത് പെട്രോൾ അടിച്ചിട്ട് സൈഡാവും അല്ലെങ്കിൽ എണ്ണ അടിച്ച് കീശ കീറുന്നൊക്കെ പറയും. എന്താണ് ശരിക്കും ഉള്ളത്? നമ്മളൊരു BMW കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഡീസൽ വണ്ടികളാണ് ഇവിടെ കൂടുതൽ കാണാറുള്ളത്. ഡീസൽ വണ്ടികൾക്ക് എങ്ങനെയായാലും ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 13 above എന്തായാലും കിട്ടും. ലോങ് പോകുകയാണെങ്കിൽ 18 above എന്തായാലും കിട്ടും. ഇപ്പൊ നമ്മളൊരാൾ ആദ്യമായിട്ട് ഒരു BMW യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിൽ, BMW കാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട് നോക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ അറിയാൻ പറ്റും. നമ്മളിപ്പം ഗിയർ ബോക്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാ ഗിയറിലൊന്ന് മാറി നോക്കാം. മാനുവൽ ചെയ്യാൻ പറ്റുന്ന മാനുവലും ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിൽ തന്നെ സസ്പെൻഷൻ നോയ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് അതിൽ പ്രൊഫഷണലായിട്ട്
ചെയ്യുന്ന നിങ്ങളെ പോലെ ലേറ്റസ്റ്റ് എക്യുപ്ഡ് ടൂൾ വെച്ച് ചെയ്യുന്ന അവരെ കൊണ്ട് വണ്ടി ഒന്ന് ടോട്ടലി ഫുൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ചില ക്ലസ്റ്ററിലൊക്കെ ചില മൽ പ്രാക്ടീസ് ചെയ്ത് ചില വാണിംഗ് ലൈറ്റ് ഒക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ കറക്റ്റ് അത് പറയും. വണ്ടിയിൽ ഒരു വാണിംഗ് കാണിക്കും. അങ്ങനെയുള്ള ഒരുപാട് സ്കാം ഇപ്പൊ ഉണ്ട്. ബൾബ് ചിലപ്പോൾ ഇതാക്കി വെക്കുക, അല്ലെങ്കിൽ ക്ലസ്റ്ററിൽ എന്തെങ്കിലും. ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നല്ല ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടിയില്ല സാറേ, ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ടേ, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങൾ ഗ്യാരണ്ടി അല്ലേ വെച്ചു. വണ്ടി എടുത്ത് പണിയായി. അങ്ങനെ ഉണ്ട്. വണ്ടി ഡെലിവറി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ നല്ല സസ്പെൻഷന്റെ സൗണ്ട് പെട്ടപ്പെട്ട സൗണ്ട് അടിക്കുന്നുണ്ട്. സംഭവം അതൊക്കെ പടക്കായിട്ടുണ്ട്. സംഭവം വണ്ടി ഓടിച്ചാൽ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ തന്നെ അത് ടെസ്റ്റ് ഡ്രൈവിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ മനസ്സിലാക്കാന്നുള്ളതൊന്ന് കറക്റ്റ്. വണ്ടിയുടെ പവർ കുറവുണ്ടോ, ചിലപ്പോൾ പെർഫോമൻസ് പവർ എന്തായാലും, പിന്നെ സസ്പെൻഷൻ നോയ്സ്, പിന്നെ സ്മോക്ക് കാര്യങ്ങളുണ്ടോ. നമ്മൾ സഡൻ കൊടുക്കുമ്പോൾ ടർബോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് സ്മോക്ക് വരാനുള്ള കുറേ കേസ്. ഇപ്പം കുറച്ച് കറക്റ്റ് സർവീസ് ഇല്ലാത്ത വണ്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൽ പിന്നെ ചിലപ്പോൾ ക്രാങ്ക് നോയ്സ് കാര്യങ്ങൾ അതൊക്കെ ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ഒരു പകുതി പ്രശ്നങ്ങൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും. അതായത് വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണ് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എന്തായാലും ചെയ്യാം. എത്ര കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യണം മിനിമം? അതിൽ നമുക്കൊരു പറ്റുവാണെങ്കിൽ 10 കിലോമീറ്റർ ഒന്ന് ചെയ്ത് ചിലപ്പോൾ ചൂടായി കുറച്ച് നിർത്തിയിട്ട വണ്ടിയല്ല. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചെയിൻ നോയ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ അറിയാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ അത് കിട്ടുള്ളൂ. ഒരു മെറ്റൽ ചെയിൻ നോയ്സ് എന്തായാലും ഉണ്ടാവും. ചൂടായി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അത് നമ്മളെപ്പോഴും യൂസ്ഡ് കാർ എടുക്കുന്ന ടൈമിൽ എപ്പോഴും എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യുന്നതാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അല്ലേ? അതായത് രാവിലെ പോയിട്ട് ആ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളാവണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ. വണ്ടി ഒന്ന് ചൂടായി അതിന്റെ ഓയിലൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അതിന്റെ എന്താണ് പറയുക, അതിന്റെ ലൂബ്രിക്കേഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ പല പല നോയ്സുകൾ കേൾക്കുന്നത് കുറയും. ചെയിൻ നോയ്സ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഫ്ലൈവീൽ നോയ്സ്. ബാക്കിയുള്ള ഒരു നമുക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കാൻ ചെയ്യുമ്പോൾ അതിലറിയാം. സ്കാൻ റിപ്പോർട്ട് എല്ലാ മോഡുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അത് എന്തെങ്കിലും പെർമനന്റ് ഫോൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണോ എന്നുള്ള റിപ്പോർട്ടിൽ കിട്ടും. അതെ, ഞങ്ങൾ സ്കാനിങ് റിപ്പോർട്ട് അടക്കം കസ്റ്റമർക്ക് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതിന്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് റീഡ് ചെയ്യാന്നുള്ളത് കസ്റ്റമർക്ക് കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും ഞങ്ങൾ ടെക്നീഷ്യൻസ്. എല്ലാ കസ്റ്റമേഴ്സിനും അതിനെപ്പറ്റി അറിയണമെന്നില്ല. അവർ നോക്കുമ്പോൾ കുറെ റെഡ് കാണുന്നുള്ളൂ, അതിന്റെ ഇടയിൽ ചെറിയ നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒന്നും പ്രശ്നങ്ങളാണ്, ഇത് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഊരി നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളത് കറക്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു തീരുമാനം വെച്ചിട്ട് പോയിട്ട് വണ്ടി എടുത്തിട്ട് തലയിലാവും. അത്യാവശ്യം പഴക്കമുള്ളൊരു BMW കണ്ടുവരുന്ന പ്രധാന മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ സസ്പെൻഷൻ ഇഷ്യൂ ആണ്. നമ്മുടെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ ഡ്രൈവിംഗ് അനുസരിച്ചിട്ടുള്ള ഷോക്ക് അബ്സോർബർ, അങ്ങനെയുള്ള സസ്പെൻഷൻ, സ്റ്റിയറിംഗ് ബോക്സ്, അതൊക്കെ ചിലത് സ്റ്റിയറിംഗ് ബോക്സ് ആണെങ്കിൽ ഇപ്പം റിപ്പയർ കിറ്റ് അവൈലബിൾ ആണ്. ബുഷ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. കമ്പനി ആകുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റിയറിംഗ് ബോക്സ് ഒന്നായിട്ട് മാറേണ്ടി റിപ്പയർ കിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് മാറി കഴിഞ്ഞാലോ ഷോക്ക് അബ്സോർബർ കാര്യങ്ങൾ, അതിന്റെ മൗണ്ട്, ലോവർ ആം സെറ്റ്. ആൾക്കാർക്ക് ഒരു ചില മിത്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ. ഒരു BMW അങ്ങനത്തെ കാറുകളൊക്കെ എടുക്കുന്ന ടൈമിൽ കുറച്ച് കഴിഞ്ഞ പഴയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതാണ് ഏത് വണ്ടിയും പോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന വരി നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ടോ വണ്ടിന്റെ കാര്യങ്ങൾ അല്ലേ. ആദ്യമായിട്ടൊരു BM എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, BM ലക്ഷറി കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർവീസ് ബില്ല് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണി 1000 കയറുന്നുള്ളൊരു മൊത്തം ചിന്താഗതിയുണ്ട്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി? ഇപ്പോൾ ഓരോരോ മോഡലിന് ഒരു 3 സീരീസ് ആണെങ്കിലും 5 സീരീസ് ആണെങ്കിലും X1 ആണെങ്കിലും എത്രത്തോളം കോസ്റ്റ് വരും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഓൾമോസ്റ്റ് 3 സീരീസ് ആണെങ്കിൽ X1 സെയിം 2 ലിറ്റർ എഞ്ചിനാണ്. 2 ലിറ്റർ വരുന്നുണ്ട്, 3 ലിറ്റർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ലിറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ 1 ഇയർ അല്ലെങ്കിൽ പർട്ടിക്കുലർ കിലോമീറ്റർ ആണ്. അത് കണ്ടീഷൻ അനുസരിച്ച് മാറും. ഏവറേജ് ഒരു 10,000 രൂപേൻ്റെ അടുത്ത് എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ വരും. പിന്നെ എയർ ഫിൽറ്റർ, AC ഫിൽറ്ററും നോക്കിയിട്ട് എന്താണോ ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാറിയാൽ ഒരു 1 ഇയറിൽ ഒരു 10,000 ചാർജ് വരുള്ളൂ. ഇപ്പം ബ്രേക്ക് പാഡ് ആണെങ്കിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 20,000 to 25,000 നമുക്ക് ഒരു ഇൻ്റർവെൽ കിട്ടുന്നതാണ്. ബ്രേക്ക് പാഡിൻ്റെ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ ഒരു 25,000 കിട്ടും. ബ്രേക്ക് പാഡും ടയറൊക്കെ നമ്മൾ ഡ്രൈവിംഗ് പ്രൊഫൈൽ നമ്മളിപ്പം അതിലിപ്പോൾ അത് പറയേണ്ട കൂടുതലായിട്ട് പറയേണ്ടത് അത് അതിനനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ബ്രേക്ക് പാഡ് ആണെങ്കിൽ ഒരു 10,000 ഉള്ളിൽ നല്ല ATE എന്നുള്ള ആണ് BMW പാർട്ട് സപ്ലയർ വരുന്നത്. അത് ഡയറക്റ്റ് ആ സപ്ലയർ ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 രൂപ ബ്രേക്ക് പാഡ്, സെൻസർ, ലേബർ കോസ്റ്റിൽ ഉൾപ്പെടെ അതിന് ഇത്ര ചാർജ് വരുന്നത്. സെയിം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. സെയിം 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 3 ലിറ്റർ ആണെങ്കിൽ ഒരു 11,000 രൂപ. എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി 6.5 സീരീസ് സെയിം 2 ലിറ്റർ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 10,000 ഒരു പീരിയോഡിക്കൽ സർവീസിൻ്റെ വെച്ച്. അതാകുമ്പോൾ നമുക്ക് അതിൽ തന്നെ സർവീസ് ഹിസ്റ്ററിയും വണ്ടി തന്നെ ആഡ് ചെയ്തിരിക്കും. നമ്മുടെ മാർക്കറ്റിൽ പല വിലയ്ക്ക് വണ്ടികളുണ്ട്. അതായത് ലക്ഷറി കാറുകൾ 3 ലക്ഷത്തിന്, 5 ലക്ഷത്തിന്, 6 ലക്ഷത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 ലക്ഷത്തിന് താഴെ ഒരുപാട് കാറുകൾ പലരും ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്തരം വണ്ടികൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിലും ഇൻ കേസ് അഥവാ ഇങ്ങനെ ഗിവ് അവേയിൽ കിട്ടുകയാണെങ്കിലും ഇത്തരം വണ്ടികൾ എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങളൊരു ലക്ഷറി കാർ എക്സ്പേർട്ട് എന്നുള്ള ലെവലിൽ.
പരസ്യത്തിൽ വണ്ടി മാത്രമേ കാണിക്കില്ല, അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നോ വണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിലാണോ ഒന്നും അറിയില്ല. അത് നമുക്ക് ഒരു 10 lakhിനൊക്കെ നമ്മളൊരു ആവറേജ് വണ്ടി ചെക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടിയും നമ്മളൊരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു 8 ലക്ഷം രൂപ പണിയുന്ന വണ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 3 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 8 ലക്ഷത്തിന് പണിയെടുക്കുക. വണ്ടി ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി അതിന്റെ കണ്ടീഷൻസ് ഒന്നും നോക്കി ചിലപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരുപാട് വണ്ടികൾ വരുന്നു ചെറിയ പൈസ എടുത്ത് വന്നിട്ട് അവസാനം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് കാണും. നമ്മളിപ്പോൾ 5 lakh വണ്ടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടിയുടെ അറിയില്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ അപ്പം എടുത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ഇതിലേക്ക് കിടക്കും. ചിലപ്പോൾ ഷോക്ക് കറക്റ്റ് മാറിയില്ലെങ്കിൽ അത് ആക്സിൽ സ്റ്റിയറിംഗ് ബോക്സ് ഇങ്ങനെയുള്ള ഓരോ പാർട്ടിനും അത് അഡീഷണൽ ഇമ്പാക്ട് വന്നുകൊണ്ടിരിക്കും. കറക്റ്റ് നമ്മളൊരു വണ്ടി എടുത്ത് ഒന്നെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെയാണ് നമുക്കത് ഇത്രയും വർക്ക് ഉണ്ടെന്ന് നമുക്കതൊരു ബാർഗെയിൻ ചെയ്യോ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ഇതിലെടുക്കുന്നതും വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ഗിവ് അവേയിലൊക്കെ വണ്ടി എടുത്ത് പോയനെ അപ്പളേ കാണുള്ളൂ, പിന്നീട് ഈ വണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് പഴയ BMW-നൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്, കണ്ടാമാനം ഫാൻസ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഈ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ പാർട്സ് അവൈലബിലിറ്റി എങ്ങനെയാണ്? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് BMW-ന്റെ ഏതൊരു എഞ്ചിൻ നിങ്ങൾ തന്നെ സോഴ്സ് ചെയ്തിട്ട് BMW അയച്ചു കൊടുത്തൊരു കേസ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിലൊരു ഗിയർ ബോക്സ് അല്ലേ? ഓക്കെ ഞാനത് അത് സംസാരിച്ചാൽ പറഞ്ഞിരുന്നു. അതിന്റെ സംഭവം തരുന്നത് അത് ഷോറൂമിന് അത് BMW അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിന്റെ കണ്ടീഷൻ അറിയില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് മാർക്കറ്റ് ഔട്ട് മാർക്കറ്റും സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സോഴ്സ് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഡൽഹിയിൽ നിന്ന് അറേഞ്ച് ചെയ്തു, നമ്മൾ ഹൈദരാബാദിലേക്ക് അയച്ചു കൊടുത്തു. ഇപ്പൊ എങ്ങനെ അതിന്റെ ബാക്കിയുള്ള പാർട്സിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഷോറൂമിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർ സ്റ്റോക്ക് ചെയ്തേക്കില്ല, അവർക്കൊരു ഇത്ര ഒരു ഇതുണ്ടല്ലോ, ഒരു ന്യൂ പെട്ടെന്ന് ഇതായി പോകണ്ടപ്പോൾ അപ്പോൾ സ്റ്റോക്ക് വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അവർ മാക്സിമം അത് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. നമുക്ക് 2010 മുമ്പേയുള്ള വണ്ടികൾക്ക് പാർട്സ് ഒക്കെ നമുക്ക് എല്ലാ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാർട്സ് മെയിനായിട്ട് എവിടുന്നൊക്കെ വരുന്നത്? നമുക്ക് ഗൾഫിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒരുപാട് വരുന്നുണ്ട്. അത് കണ്ടെയ്നർ ചൈന മാർക്കറ്റ് തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ അത് ഡൽഹിയിൽ സോഴ്സ് എല്ലാവർക്കും അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു പഴയ വണ്ടി എടുക്കുന്നതിന് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് പാർട്സ് എവിടെ പോയാലും എന്ത് പാർട്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ പാർട്സ് ഇപ്പോൾ ഒറിജിനൽ യൂസ്ഡ് ആണെങ്കിലും നമുക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. തൈവാൻ സാധനമാണെങ്കിൽ തൈവാൻ സാധനം കിട്ടും, എല്ലാ സാധനം ധൈര്യം എടുക്കാം. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുക, മോസ്റ്റ് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള BMW മോഡൽസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് മിനി കൂപ്പറാണ്. കാരണം എങ്ങനെയാണ് പറയാതെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോലത്തെ ആള് മനസ്സിലാവും. പ്രൈസിനുള്ള ഒരു ഇതില്ല അതിന്, നമുക്കൊരു ഇതേ ഉള്ളൂ. എന്തൊക്കെയാണ് അതിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു. കാരണം കുറെ മിനി ഫാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റേ ഇൻസ്ട്രക്ഷനൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് എന്താ പറയാ, എനിക്ക് ഏറ്റവും വെറുപ്പിലായിട്ട് തോന്നിയൊരു വണ്ടി എന്ന് പറയുന്നത് സൗണ്ട്, സ്റ്റിയറിംഗ് ബോക്സ്, ബോൾ ജോയിന്റ്സ്, ഇതൊക്കെ ഭയങ്കര എന്താ പറയാ അടി ഭയങ്കരമായിട്ട് വരും. സ്റ്റിയറിംഗിന്റെ മുകളിലേക്ക് എത്തും അതിന്റെ. പക്ഷെ ഇത് മറ്റേ ഇത് പറയല്ലോ, മറ്റേ ഉണക്കമീൻ നാട്ടിലൊക്കെ ആൾക്കാർ തിന്നുന്നത് നല്ല രസം എന്ന് പറഞ്ഞ മാതിരിയാണ് എന്റെ അവസ്ഥ. കാണാൻ ഭയങ്കര ഇതാണ്. കുറെ ആൾക്കാർ കൊണ്ടെടുക്കുന്നുണ്ട്. ഇപ്പൊ മിനിക്കാരെല്ലാരും കൂടെ നമ്മളെ പൊങ്കാലിടാൻ വരുന്നതൊക്കെ തോന്നുന്നത്. പക്ഷെ എനിക്ക് നമ്മളെ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഒരിക്കലും എന്റെ ക്ലയൻസ് എന്നെ വിളിച്ചു ചോദിക്കുന്ന ടൈമിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന സാധനമാണ്, ദയവ് ചെയ്ത് പൊന്നുപോലെ വെറുതെ വന്നാലും ആ വണ്ടി എടുക്കരുത്. 5 പൈസക്കുള്ള കൊടുക്കുന്ന പൈസക്കുള്ള വർത്തേ ഇല്ലാത്തൊരു വണ്ടിയുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്നാമത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റൂല. അതാണ് അതിന്റെ പ്രധാന റീസൺ. അതിന്റെ സസ്പെൻഷൻ ആണെങ്കിലും അതിന്റെ ലോവർ ആംസ് ആണെങ്കിലും ഇതൊന്നും നമ്മളെ റോഡിന് പറ്റിയ നല്ല നോയ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ. അത് മിനിയിലാണ് പോകുന്നത്, കടിച്ചു പിടിച്ചിട്ട് മിനി എടുത്ത് കിറ്റൊക്കെ JCW കിറ്റ് കയറ്റി അവർ പൊട്ടിച്ച് കൊണ്ടെടുക്കാനുള്ള. അതെ കാണാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ നമ്മള് പാലത്തിന്റെ മുകളിലൊക്കെ നല്ലൊരു ആക്സിലറേഷൻ സസ്പെൻഷനൊക്കെ പോകാൻ പാലം ജമ്പ് ചെയ്ത് പാലം ചാടിയിട്ടൊക്കെ പോയി ചിലപ്പോൾ പുറത്ത് പുഴയിലുണ്ടാവും. സൈക്കിളിംഗ് വളരെ കൂടുതലാണ് വണ്ടി. അപ്പൊ അത് ആ ഒരു വണ്ടിയാണ്. പിന്നെ വേറെ ഏതെങ്കിലും മിനിയല്ലാതെ ബാക്കിയൊക്കെ ഒരുവിധം BMW ഒരു ഇതാണ് ആവറേജ് നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റിയ വണ്ടി, കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇനി തീരെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മള് റോഡിന്റെ കണ്ടീഷനൊക്കെ വെച്ചിട്ടുള്ള റോഡിന് പറ്റുന്ന സാധനമല്ല. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറില്ല ആരെടുത്തും. ചോദിക്കാറുണ്ട് പിന്നെ എടുക്കട്ടെ, ഞാൻ പറയും ഓൾറെഡി ആ ഒരു പ്രൈസൊക്കെ ഉള്ള വർത്തില്ല. കൊടുക്കുന്ന പൈസക്കുള്ള സാധനമില്ല, ഓടിക്കാൻ സുഖമില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ ലക്ഷറി എന്ന് പറയുന്നത് നമ്മൾ ആ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇരുന്നിട്ട് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതല്ലേ ആ ലക്ഷറി എന്ന് പറയുന്നത്. ഇതിന് അങ്ങനെ ഒരു സാധനമേ ഇല്ല. നമ്മൾ ചോദിക്കും വണ്ടിന്റെ പ്രശ്നമാണോ, ടയറിന്റെ പ്രശ്നമാണോ, ഇനി സസ്പെൻഷന്റെ പ്രശ്നമാണോ, ലോറാമിന്റെ പ്രശ്നമാണോ, ബോൾജിന്റെ പ്രശ്നമാണോ, വണ്ടീന്റെ സ്റ്റിയറിംഗിന്റെ മുകളിലേക്ക് നല്ല അടിയാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ ഒരു BMW-ന്റെ ഇന്നത്തെ മോഡലുകൾ, അതായത് ഇന്നത്തെ ടൈമിൽ ഇറങ്ങിയ വണ്ടികൾ, ചിലത് റീകോൾ ചെയ്യുന്ന മോഡലുകൾ ഉണ്ടാവും, പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ ഉണ്ടാവും. കാരണം ചിലപ്പോൾ ചില വണ്ടികൾ നമ്മൾ ഇന്റർ റോഡ്സിന് പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ചില വണ്ടികൾ ഇപ്പം യൂസ്ഡ് BMW എടുക്കുന്ന ആൾക്കാർ ഒന്ന് വിട്ടുപിടിക്കാം എന്ന് അഭിപ്രായമുള്ള വണ്ടികളുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം. എന്നാലും
അറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാം. നമുക്ക് 2011 തൊട്ട് 2012 വരെയുള്ള ചില 5 സീരീസ് ഉണ്ട്. നമുക്ക് ഓട്ടോ 2011 ഓട്ടോ സ്റ്റാർട്ട് ഫംഗ്ഷൻ ഇല്ലാത്ത വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റ് പൊട്ടിപ്പോകുന്ന പ്രശ്നം കൂടുതലായിട്ട്. ഓക്കെ. അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് അതർ സ്റ്റേറ്റിന് കുറേ വണ്ടി ഇങ്ങോട്ടേക്ക് ഇതാവുന്നത്. അതർ സ്റ്റേറ്റിൽ കയറ്റി വിടുന്ന വണ്ടികൾ മുക്കാലം തന്നെയാണ്. 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ 5 സീരീസ് വരുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്? വേറെ ഇപ്പം കോമൺ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ടില്ല. അതിൽ 3 സീരീസിനാണ് കുറച്ചൊരു ABS കോമൺ ആയിട്ട് എല്ലാ ആ ഒരു പ്രശ്നം 3 സീരീസിന് F30 എന്നുള്ള മോഡലുണ്ട്. ആ മോഡലുകൾ ABS സെൻസർ കോമൺ ആയിട്ട് ഫെയിൽ ആയി. ഇപ്പൊ കുറവാണ്. മാറ്റി കൊടുത്തു. പിന്നെ അവരെന്നെ അത് അണ്ടർ വാറണ്ടിയിലും പാക്കേജുകളിലും ഒക്കെ ഇവര് പോളിസികളിലൊക്കെ ഇവര് മാറ്റി കൊടുക്കാറുണ്ട്. വേറെ ഏതെങ്കിലും മോഡൽസ് അവോയ്ഡ് ചെയ്യേണ്ട? പർട്ടിക്കുലർ 7 സീരീസിനെ പറ്റി എന്താ അഭിപ്രായം? യൂസ്ഡ് 7 സീരീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ യൂസ്ഡ് 7 സീരീസ് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ്. അപ്പം ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് ഒരുപാട് ഇലക്ട്രിക്കൽ ഐറ്റംസ് വരുന്നതാണ്. ചിലപ്പോൾ കുറെ ഫംഗ്ഷൻസ് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് കിട്ടും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാവും അല്ലേ? കാരണം മറ്റേ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന കുറെ വണ്ടികളുണ്ട് 7 സീരീസ് ഒക്കെ ചീപ്പ് നല്ല വണ്ടി കിട്ടാറുണ്ട്. പക്ഷേ എല്ലാ ഫംഗ്ഷൻസും ഫീച്ചേഴ്സ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മളെ വാറണ്ടി കഴിഞ്ഞ വണ്ടികൾ ഇപ്പൊ സാധാരണ ആദ്യ ആൾക്കാർ ഈ വാറണ്ടി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ ചെയ്യും. പക്ഷെ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അപ്പം അതിനെ കാറ്റിട്ട്, അതായത് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോഴും പുറമേ നിന്ന് സർവീസ് ചെയ്യുമ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസിലുള്ള വ്യത്യാസമാണോ എന്താണ്? അതൊന്ന് കറക്റ്റ് നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും പറഞ്ഞു. കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ വണ്ടി റീസെയിൽ ചെയ്യുമ്പോൾ അതിന്റെ സർവീസ് ഹിസ്റ്ററി അവിടെ ആയിരിക്കും. പിന്നെ വാറണ്ടി കഴിഞ്ഞൊരു വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പാർട്ടിന്റെ ചില ചൈൽഡ് പാർട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഷോറൂമിലാകുമ്പോൾ അത് മാറില്ല. അത് അവർ കംപ്ലീറ്റ് ഫുൾ അസംബ്ലി ആയിട്ടേ മാറുള്ളൂ. പക്ഷെ അവരത് റിപ്പീറ്റ് വിസിറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് കസ്റ്റമർ നമ്മൾ എന്തെങ്കിലും റിപ്പയറബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിലും കമ്പനി അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കംപ്ലീറ്റ് ആ യൂണിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് റെക്കമെൻഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ചിലർ പറയും കമ്പനി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത്രയും വലിയ ചാർജ് വരുന്നതെന്നുള്ളത്. കാരണം കമ്പനി ഒരു മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്നത് ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ പാർട്ട് കംപ്ലീറ്റ്, ആ യൂണിറ്റ് കംപ്ലീറ്റ് മാറ്റാം. നമ്മൾ റിപ്പയർ ചെയ്തിട്ട് അതിന് വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ വീണ്ടും കംപ്ലൈന്റ് ആയിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിപ്പീറ്റ് വിസിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാനുഫാക്ചേഴ്സ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങൾ വർക്ക്ഷോപ്പുകൾ, അത് അതർ വർക്ക്ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ റോഷിത്തിന്റെ വരുന്ന വർക്ക്ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അവർ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അതിലാണ് നമ്മുടെ കോസ്റ്റിലുള്ള വ്യത്യാസം വരുന്നത്. മറ്റൊരു ലക്ഷങ്ങളാവും, ഇവിടെ ചെറിയ ചിലപ്പോൾ 10,000 ആണെങ്കിൽ തന്നെ ഒരു 2.5 lakh ഒക്കെ വരുന്നുണ്ട്. ഏതാണ് ECM ആകുമ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും ചിലത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതെ. ഷോറൂം ഒരിക്കലും അത് റിപ്പയറിങ് നമുക്കത് റിപ്പയർ ചെയ്ത് വണ്ടി റെഡിയാക്കാം. അതുപോലെ എല്ലാ പാർട്ടും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് കമ്പനി അത് ഒരിക്കലും റിപ്പയറിംഗ് ചെയ്യില്ല. ഡയറക്റ്റ് പാർട്സ് റീപ്ലേസ്മെന്റ് ആണ്. അതായത് കുറച്ചും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് പുറത്താണ്. മറ്റോടത്ത് ഈ സാധനം മാറ്റി വെക്കാതുള്ള നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാന്നുള്ള. ചിലത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. പക്ഷെ പറ്റാവുന്ന മാക്സിമം നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട്.